Hello friends, so welcome to our YouTube channel. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മളിന്ന് വേറെ എങ്ങോട്ടേക്കല്ല പോകുന്നത്, നമ്മളിന്ന് പോകുന്നത് കോഴിക്കോട്. അപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ കോഴിക്കോട് പോകണ മെയിൻ ഇൻറ്റൻഷൻ വേറെ ഒന്നുമല്ല, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ഇവിടെ ഒന്നും ഷോപ്പില്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് കോഴിക്കോട് പോയിട്ട് കുറച്ച് ഫുഡ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ ആക്ച്വലി കുറച്ചായി പ്ലാൻ ചെയ്ത് നമുക്ക് കോഴിക്കോട് പോകണം ഫൈനലി ഇന്നാണ് പറ്റിയിട്ടുള്ളത്. അപ്പോൾ 2 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബുക്കെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, റൂമും കാര്യങ്ങളൊക്കെ പോലെ കംപ്ലീറ്റ് പ്ലാനോട് കൂടിയാണ് പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ നമ്മുടെ ജേർണി കാണാം. ബൈ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ 6:45 ഇപ്പം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. സോ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്യുന്നത്. ഒരാൾക്ക് അവിടെ വയ്യാത്തത് കൊണ്ട് ഒരു കോർണറിൽ തണുപ്പ് പറ്റുന്നില്ല എന്നൊരു ഇരിപ്പുണ്ട്. ആക്ച്വലി ആൾക്ക് ഈ ഒരു റീസെൻറ്റ് ഡേയ്സ് ആയിട്ട് ഒട്ടും വയ്യായിരുന്നു. ഇത് ഞങ്ങൾ സഡൻ ആയിട്ട് എടുത്താൽ നമുക്ക് എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ വേഗം കോഴിക്കോട് പോകാമെന്ന് സഡൻ ആയിട്ട് എടുത്ത ഡിസിഷനായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിനെ കുറിച്ച് പറയാനാണെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെറിയൊരു ഫ്ലൈറ്റിൻ്റെ ഒരു ഇതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെയൊക്കെ ചെറിയൊരു ഇത്. എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ നിന്ന് എടുക്കാൻ പറ്റിയ നല്ല കുറച്ച് റീൽസിൻ്റെ റെഫറൻസ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ ഞാൻ എടുക്കും, യൂട്യൂബിലേക്കുള്ള വീഡിയോ ഞാൻ, റീൽസും ഫോട്ടോസും അനഘ, അങ്ങനെയാണ് കേട്ടോ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്നൊരു വാവയാണ്, തൊട്ടടുത്തിരുന്ന ചേച്ചിയുടെ മുടി കുറേ നേരമായിട്ട് ഇങ്ങനെ വലിച്ചിരിക്കണത് ആൾ. പിന്നെ അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷൻ ഈസ് കോഴിക്കോട് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാനും അനഘയും വേഗം ബാഗൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് പിന്നെയാണ് അറിയണത് ഇനിയും 1/2 മണിക്കൂറുണ്ട് എത്താനെന്നുള്ളത്. കോഴിക്കോട്. സോ അങ്ങനെ ഞങ്ങൾ പാരാമൗണ്ട് ടവർ എത്തി. അപ്പോൾ ഇവിടെയായിരുന്നു ഞങ്ങൾ റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ, വാക്കബിൾ ഡിസ്റ്റൻസിനാണ് ഉള്ളത്. പക്ഷേ ഞങ്ങൾ ആടിപ്പാടി വന്നപ്പോഴത്തേക്കും 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോഴാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ അവളവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി വേഗം ലഗേജ്, നമുക്ക് കൊണ്ടുവന്ന ലഗേജൊക്കെ ഒന്ന് വെക്കണം, ഒന്ന് ക്വിക്കായിട്ട് ഫ്രഷപ്പ് ആവണം, നേരെ പുറത്ത് പോയിട്ട് ഡിന്നർ കഴിക്കണം. അതൊക്കെയാണ് പ്ലാൻ. അങ്ങനെ അതേ നമുക്ക് കാലിക്കട്ട് എത്തി, റൂമെല്ലാം കിട്ടി, സെറ്റായി. നമ്മൾ പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കറാച്ചിയിലേക്കാണ് പോകുന്നത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഗൈസ് നോക്ക്, ഐസ്ക്രീം സ്കൂട്ടറിൽ കയറി പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തി. അപ്പോൾ ഞങ്ങൾ ഈ ട്രിപ്പിൽ പോയി കഴിച്ച ഓരോ ഫുഡ് സ്പോട്ടും ഞങ്ങളുടെ ഫ്രണ്ട് നമുക്ക് റെഫർ ചെയ്ത ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ വന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബാർബിക്യൂ ചിക്കനായിരുന്നു, ഗ്രിൽ ചിക്കനായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. വിച്ച് വാസ് സോ യം. നല്ല യമ്മിയായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ വിശന്നിരിക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫുഡീസാണ്, പക്ഷേ കുറച്ചും കൂടെ ഹങ്കർ കൂടുതൽ നിൽക്കുന്നത് അവൾക്കാണ്. ഞാൻ പിന്നെയും കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അവൾക്കായിരുന്നു ഫുൾ വിശന്നിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് അതായത് നമ്മുടെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കുവാണ്. ഇവിടെ ഫുൾ ഫാമിലി ആട്ടോ, നൈറ്റ് ലൈഫാണ്. വെളുപ്പിനൊരു 2-3 മണി വരെയും ഫാമിലീസും കാര്യങ്ങളൊക്കെ, 2 മണി വരെ അടുപ്പിച്ച് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നായിരുന്നു പറഞ്ഞു വെച്ചത്. പിന്നെ ഞങ്ങളും അപ്പോൾ
കുറച്ച് അങ്ങോട്ട് നടന്നു. അങ്ങനെ നടന്നത് ഈ ഒരു സ്പോട്ടെത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാണ് ഇന്ന് നമുക്ക് കഴിക്കണ്ട, നാളെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എങ്ങാനും കഴിച്ച് വയറ്റിന് പിടിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് ഇടപ്പായി പോകുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് എങ്ങനെയാണ് കഴിക്കാണ്ടിരിക്കാൻ പറ്റുക? അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു ഒരു പീസ് കഴിക്കുക, ബാക്കി നാളെ വന്നിട്ട് കഴിക്കുക എന്നാണ് തീരുമാനിച്ചിരുന്നത്. ഞങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അവരെടുത്ത് തരുമോ എന്ന് ഓർത്തിട്ട്. പിന്നെ നോക്കിയപ്പോൾ ഞങ്ങളുടെ ബാക്കി വന്ന ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് എടുത്ത് പോകണം. അപ്പം ഞാനും എടുത്ത് ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. പിന്നെ ഇതാണെങ്കിൽ നല്ല അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഉപ്പിലിട്ടത് കൂടാതെ ജസ്റ്റ് ഒരു മിക്സ് പോലെ ഉണ്ട്, നമ്മുടെ വാളംപുളിയില്ലേ അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ട മിക്സ്. അവളത് കഴിച്ചില്ല, ഞാൻ അതും കൂടെ ട്രൈ ചെയ്ത് നോക്കി. അതും കൂടെ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര പുളി എന്ന് വെച്ചാൽ എന്താ പറയുക, അത്ര പുളിയും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ നിർത്തി. ഇനി ബാക്കിയൊക്കെ ഞങ്ങൾ നോട്ടിട്ട് വെച്ച് നാളെ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ ടൈം 12:10 ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും. അപ്പോൾ ബീച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. ആരും അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. കുറേ പേര് ഇങ്ങനെ ബെഡ്ഷീറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഒരു കോർണറിൽ വിരിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറയണം. അങ്ങനെയായിരുന്നു കേട്ടോ. നോക്ക് ഒരു 8 മണി 9 മണി ആ ഒരു വൈബാണെന്നേ പറയുള്ളൂ. കാരണം അത്ര ആൾക്കാരും കാര്യങ്ങളൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. നോർമലി നമ്മുടെ ഇവിടെ ബീച്ചിലൊന്നും അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് കല്ലുമ്മൊക്കെ ഫ്രൈ ചെയ്യണം. വയറില്ല, എന്നാലും ഇന്നത്തേക്ക് ഇതും കൂടെ ട്രൈ ചെയ്തിട്ട് നമുക്ക് നിർത്താമെന്ന് കരുതി. അപ്പം ഞാനും അവളും ഒരെണ്ണമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, കാരണം ഇനിയും നമുക്ക് പറ്റുന്നില്ല. ഇഷ്ടമായ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കണേ? ഫസ്റ്റ് ടൈമാണ്. ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ എല്ലാ കടയിലും ഫുൾ ക്രൗഡും തിരക്കൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ക്യാഷ്യർ പോയിട്ട് അവിടെ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അധികം നിന്നില്ല, നേരെ റൂമിലേക്ക് പോന്നു. ഇപ്പൊ ടൈം ഒരു 2:17 ആയിട്ടുണ്ട്. ഇത്ര നേരം ഞങ്ങൾ ഇവിടെ റീൽസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അടിപൊളിയാണ്, നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി കയറി കിടന്ന് ഉറങ്ങട്ടെ. സോ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ടൈം ഒരു 8:45 ഒക്കെ ആയി. ഞങ്ങൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നേരെ ഇടയിൽ ഹോട്ടലിലാണ് പോണത്. അവിടുത്തെ പല വെറൈറ്റി ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്കിനി പോയാലോ? ക്യൂ നിൽക്കേണ്ട അവസ്ഥയായിട്ട് ഇവിടെ നിറച്ച്. സോ ഈ ഹോട്ടലിലേക്കുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് അങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ക്യൂയുടെ ഒരു എൻഡിങ് ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. നല്ല റഷായിരുന്നു, നല്ല വെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ അനഘനെ നൈസായിട്ട് ആ ക്യൂവിൽ നിർത്തി. ഞാൻ വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവളെ പറ്റിച്ച് ഞാൻ അവിടെ തണലത്ത് ഇങ്ങനെ നിന്ന്. അങ്ങനെ ഒരു അരമണിക്കൂർ അവൾ ആ ക്യൂവിലിരുന്ന് കഷ്ടപ്പെട്ട്. പക്ഷേ ക്യൂ ഒന്ന് കുറേനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫുഡ് കഴിക്കാൻ കയറിയാൽ നന്നായിട്ട് കഴിച്ചിട്ടൊക്കെ എല്ലാം ഇറങ്ങുള്ളൂ. അപ്പോൾ ഇനി അവിടെ നിന്നാൽ നമ്മുടെ സമയം വേസ്റ്റായി പോകുമെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ നേരെ തൊട്ടപ്പുറമുള്ള ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. ഞാൻ ചാമ്പ്യൻസിൽ ലാസ്റ്റ് ടൈം പോയതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് ഇടയിൽ ട്രൈ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളോട് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായി ഇവിടെ വന്നോന്നൊക്കെ. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് വരണം, അപ്പോഴേ ഇവിടെ എന്താ പറയുക തിരക്കില്ലാണ്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു വെച്ചത്. അതായത് ഈ ഷോപ്പൊക്കെ ചാമ്പ്യൻസും ഇടയിലൊക്കെ 4 മണി മുതൽ ഓപ്പൺ ആവണതാണ്. സീ ഫുഡ്, പിന്നെ ചിക്കൻ, ബീഫ്, അങ്ങനെ പല ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെളുപ്പിന് 4 മണിക്ക് തുടങ്ങണം. ഇതാണ് തിരക്കായിരിക്കുന്നു. ഓൾറെഡി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. പിന്നെ ഈ ഒരു ഫിഷ് നിങ്ങൾ ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. ബീഫും ചിക്കനൊക്കെ മാറി നിൽക്കും. പൊതുവെ ഞാൻ ഒരു സീ ഫുഡ് ലവർ അല്ല അധികം. ഇവള് ഭയങ്കര സീ ഫുഡ് ലവറാണ്. എനിക്കധികം അങ്ങോട്ട് ഫിഷ് അങ്ങനെ ഇഷ്ടമല്ല. ബീഫാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഞാൻ പോലും ഈ ഒരു ഇതിൽ എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും സീറ്റ് കിട്ടി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ചിക്കൻ ചുക്ക,
പിന്നെ ബീഫ് വരട്ടിയത്, ഫിഷ് ഫ്രൈ, പിന്നെ പഴംപൊരി ബീഫ്, പിന്നെ പത്തിരി. ഞാൻ പുട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ഥലമൊന്നും തികയുന്നില്ല, ഐറ്റംസൊക്കെ വരാണ്ട്. കാട കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഐറ്റംസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാത്തത് ഏതാണെന്ന് വെച്ചാൽ ഈ പഴം കുറച്ച് പച്ചയായിരുന്നു, അങ്ങനത്തെ ഒരു സംഭവം. പക്ഷേ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞാണ്. പഴം കുറച്ചിങ്ങനെ കുറച്ച് പച്ച, ഇത് കണ്ടോ, കുറച്ച് പച്ചപ്പഴമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം വേറെ ലെവൽ ഐറ്റം ആയിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ്. അടിപൊളി ഫുഡായിരുന്നു. അടിപൊളി ഫുഡ്. ചാമ്പ്യനാണ് കോഴിക്കോട് ബീഫിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബീഫിന്റെ കോഴിക്കോട് ബീഫ് അടിക്കണ ചാമ്പ്യൻ അല്ലാണ്ട് ഇവ കഴിക്കും. വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. ഇനി അടുത്തത് പോരത്ത് ജില്ലയിലും ഉള്ള ആൾക്കാർ മൊത്തം ഇവിടെ വന്നിട്ടാണ് ഈ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഈ ഭക്ഷണത്തിന്റെ എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് ഇല്ലാത്ത ഭക്ഷണം അടിക്കാം. വീട്ടിൽ കഴിക്കുന്ന അതേ റേറ്റ് ഗൈസ്, നമ്മളിപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മുടെ ചാമ്പ്യൻസ് ഹോട്ടലിൽ നിന്നാട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായത്. നമ്മൾ ഇടയിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ക്യൂ ആയിരുന്നു, തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് അത്രയും സമയം നമ്മുടെ അവിടെ പോകും. കാരണം നമുക്കിവിടെ കാലിക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കുറയും. അതുകൊണ്ട് ഞങ്ങൾ നേരെ ചാമ്പ്യൻസ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവരുടെ സർവീസ് പറയാണ്ടിരിക്കാൻ പറ്റൂല. അടിപൊളി സർവീസ് ആയിരുന്നു. സർവീസ് മാത്രമല്ല, നല്ല സ്നേഹമായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു. ഏതാണ് നല്ല ഫുഡ് എന്നൊക്കെ പറഞ്ഞു തന്ന് ഭയങ്കര ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ അവർ തന്ന്. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ വരുന്ന എല്ലാവരും ചാമ്പ്യൻസിൽ പോയി ഫുഡ് കഴിക്കാം. ചാമ്പ്യൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇങ്ങനെ ഒരു കുളം. കണ്ടോ, നല്ലൊരു കുളമാണ്. പിന്നെ ഞങ്ങൾ നേരെ നമുക്ക് ഞങ്ങളുടെ പോകേണ്ടത് ബീച്ചിൽ പോയിട്ട്, അതായത് ഞങ്ങളിപ്പോ നല്ല വെൽ ഡ്രസ്സിലാണ് ഉള്ളത്. കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഇനി SM സ്ട്രീറ്റിൽ പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. പോയാലോ അപ്പൊ നമുക്ക്? അപ്പോൾ അവിടെ നിന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയപ്പോഴത്തേക്കാണെങ്കിലും പൊരിഞ്ഞ വെയിൽ, ഫോട്ടോസ് ഒന്നും എടുത്തിട്ട് ഒരു ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ഷോപ്പ് ചെയ്യാൻ വിചാരിച്ചു. പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഈവനിങ് വെയിലൊക്കെ ആറുന്ന സമയത്ത് ബീച്ചിൽ വരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോവാണെങ്കിൽ ഷോപ്പൊക്കെ ചെയ്യണം. നൈസ്. നമ്മളപ്പോൾ SM സ്ട്രീറ്റിൽ എത്തിയേക്കാണ്. നല്ല തിരക്കുണ്ട്, ഉള്ളിലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ഫുൾ ഷോപ്പിംഗ് നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അകത്തെത്തിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. എന്തായത് ഇഷ്ടമായ? നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? കൊള്ളാം. നമ്മുടെ ബാൻഡില്ല, ജസ്റ്റ് നല്ല പേസ്റ്റൽ കളേഴ്സായി വന്നിട്ട് നല്ല രസമുണ്ട്. ഞാൻ ഇതിൽ ഏത് കളർ എടുക്കണം? ഏതാ ഇഷ്ടമായത്? ഇത് കൊള്ളാവോ? ഗ്രീൻ നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. കാണാത്തൊരു ടൈപ്പ് അല്ലേ? അതെ, കാണാത്തൊരു ഷെയ്ഡും. കൊള്ളാവോ? കൊള്ളാം.
ആ ബ്ലാക്ക് കൊള്ളാലോ. അങ്ങനെ ഷോപ്പിംഗ് കുറച്ച് കഴിഞ്ഞതേ, കുറച്ച് കവറും കാര്യങ്ങളൊക്കെ ആയി, ടയേർഡായി. ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഇനി നമുക്ക് അത് കുറച്ച് കട മാത്രം നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകുന്നത്. ബിരിയാണി കഴിക്കണേ റഹ്മത്തിൽ നമ്മൾ ഇവിടുത്തെ ഫേമസ് ഹോട്ടലാണ്. അപ്പോൾ അവിടുന്ന് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹറി ബറി ഷോപ്പിംഗ് ആയിരുന്നു. ആദ്യം നമ്മൾ കുറേ സമയമൊക്കെ എടുത്ത് നോക്കി കണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും നമ്മൾ തളർന്നു പോണായിരുന്നു കേട്ടോ. അത്ര വെയിൽ നമുക്ക് അവിടെയൊന്നും പിടിച്ച് നടക്കാൻ വേണ്ടി പറ്റുന്നില്ല. തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങോട്ടാണ് കണ്ണു പോണേന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് പിന്നെ അവിടെ ഹറി ബറി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ കണ്ണിൽ കാണുന്നതിന് അങ്ങനെ രണ്ടുപേരും ഫസ്റ്റ് കാണുന്ന ഇഷ്ടപ്പെട്ട എടുക്കുക അങ്ങനെയായിരുന്നു. പക്ഷെ എല്ലാം അടിപൊളി സാധനങ്ങളായിരുന്നു. ഞാൻ പിന്നെ കുറച്ചധികം ബാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം എടുത്തേച്ചത്. ഡ്രസ്സും എടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഡ്രസ്സ്, പാൻറ്റ്, 2 ഷർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഞങ്ങളുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ തകൃതിയിൽ കഴിഞ്ഞെന്നല്ല, ഇപ്പോഴത്തേക്ക് മതി. കൈ വേദന എടുക്കണം, നമുക്ക് വേറെ വെക്കാനൊരു സ്ഥലമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകാം. നമ്മുടെ റഹ്മത്ത് ഹോട്ടലിൻ്റെ അപ്പുറത്തെ ബാക്ക് സൈഡിലാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്ക് ഹാഫ് ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞേക്കണത്. ഇവിടുത്തെ സ്പെഷ്യലാണ് ബീഫ് റോസ്റ്റ് ബിരിയാണി. ഞാൻ ബീഫ് റോസ്റ്റ് ബിരിയാണിയാണ് പറഞ്ഞേച്ചത്, ഇവള് ബീഫ് ബിരിയാണിയാണ് പറഞ്ഞേച്ചത്. കാരണം എന്താണെന്ന് നമ്മൾ 2-3 പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിച്ച് വയറ് നിറച്ച് കഴിച്ച്, പിന്നെ 2-3 വട്ടം ജ്യൂസും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ചെറിയ ഐറ്റംസ് കഴിച്ചുകൊണ്ടേ നമ്മൾ ഒരു വയറല്ലേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്താൽ എന്തോരം ഫുഡ് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും, മനസ്സിലായി. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്കിത് വീണ്ടും കഴിക്കണമെന്ന് തോന്നും. ഇപ്പം ഈ വീഡിയോ ഒക്കെ എഡിറ്റ് വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. കാരണം വയറത്ര ഫില്ലായിരുന്നു. എനിക്ക് ഹാഫ് ബിരിയാണി മേടിച്ചിട്ട് പോലും എനിക്ക് കഴിക്കാനേ പറ്റില്ല, ഫുൾ കഴിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കണം അവൾക്ക് വേണോ നിനക്ക് വേണോ എന്നൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് മേടിച്ചാൽ പോലും ഇനിയൊരു ഫുള്ളൊക്കെ ഞങ്ങൾക്ക് അത്രയും കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്കിത് ഒട്ടും പറ്റുള്ള, അതായത് നമ്മൾ വയറൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ഫില്ലാണ്. അങ്ങനെ എന്തേ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഹലോ, അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്ന് കുറച്ചധികം ലഗേജ് ഉണ്ടായിരുന്നു. കൈയും കാലൊക്കെ വേദന എടുത്തു പോയി. കാരണം പർച്ചേസിൻ്റെ സമയം കുറച്ച് അധികം ആയിപ്പോട്ടെ. ഞങ്ങൾ വിചാരിച്ച സമയത്തിന് ഞങ്ങൾ കൂടിപ്പോയി. അപ്പം ഇത് ഞങ്ങൾ 2 പേരും ഔട്ട്ഫിറ്റ് കൈയോടെ ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച ഔട്ട്ഫിറ്റാട്ടോ. ഞങ്ങൾ ഫ്രഷ് സാധനം ഞങ്ങൾ ആക്ച്വലി ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതറിഞ്ഞാൽ നമുക്കൊന്നും കൊണ്ടുവരണ്ടായിരുന്നു, ഇവിടുന്ന് മേടിച്ചിട്ട് ഇടായിരുന്നു. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നല്ല തിരക്കും ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി എന്താ നമ്മുടെ പരിപാടി? ഇനി അടുത്ത് നമ്മൾ ബീച്ചിൽ പോവാണ്. അപ്പോൾ നമുക്കിനി ഇറങ്ങാം. എന്തെല്ലാം മനസ്സിനെ വരച്ചത് ഒരുപാട് ഓങ്ങ ലവായിപ്പോയി. ചെറിയ ലവ് വരക്കി ഗുണിച്ച് പോയോ? ഞാനെങ്ങനെയായിരുന്നു ആലോചിക്കണ്ടേ? ഇങ്ങനെ എടുക്കണ്ട, ഇങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെ
അങ്ങനെ ഞങ്ങൾ സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ബീച്ചിൽ വന്നിട്ടാണ്. അടിപൊളിയാണ് സൺസെറ്റ് കണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ അതെ, ഭയങ്കര ക്രൗഡ് ഉണ്ട് ഈ ഒരു പോർഷനിലില്ല. അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് അറ്റത്തേക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് അറ്റത്തേക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഉപ്പിലിട്ട ആ ഒരു ഭാഗത്തേക്ക് എത്തി. അപ്പോൾ ഞാനിപ്പോൾ അനകളോട് പറഞ്ഞു ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചു, ഒരു കുഴപ്പമില്ല. നാളെ നമ്മൾ തിരിച്ചിന് ഓഫീസിൽ പോകണം, നമുക്കിനി എന്ത് വന്നാലും കുഴപ്പമില്ല. യെസ്റ്റർഡേ നൈറ്റ് ഉള്ള കഴിക്കാൻ പോയപ്പോൾ ഞാൻ കുറച്ച് റെസ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, കഴിക്കരുത്, ഇന്ന് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ഇന്നത്തെ ആ ഒരു ഡേ തന്നെ പോകും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ യെസ്റ്റർഡേ ഐ തോട്ട് ഇറ്റ് വാസ് മറ്റേ അമ്പഴങ്ങ എന്ന് പറഞ്ഞില്ല അതാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് ചൗ എന്ന് പറഞ്ഞ ഒരു വെജിറ്റബിളാണ്. സോ ഐ വാസ് നോട്ട് അവെയർ ഓഫ്. നമ്മുടെ വീട്ടിലത് മേടിക്കാത്തതുകൊണ്ട് നമുക്കത് അറിയില്ലായിരുന്നു ചൗ എന്താണ്. അങ്ങനെ അങ്ങ് അതൊക്കെ ടേസ്റ്റ് നോക്കി. പിന്നെ ഒരു ഫ്രൂട്ട് ഉപ്പിലിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നോക്കി. പിന്നെ ഞാൻ വീട്ടിലേക്കും കുറച്ച് ഉപ്പിലിട്ട് മേടിച്ചിട്ടുണ്ട്. എൻ്റെ അനിയന്മാർക്ക് ഉപ്പിലിട്ട മൂത്ത അനിയനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായി. പിന്നെ ഐസ് മേടിച്ചിട്ടുണ്ടായി. നമുക്കെല്ലാം കഴിക്കാം. എനിക്കിപ്പോൾ ഒന്നാമത് ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞ ഒരെണ്ണം മേടിക്കാം, നമ്മൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. ഒരെണ്ണം മേടിക്കാം എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വീറ്റ് ആയിരുന്നേ പറഞ്ഞിട്ടുണ്ടായത്. എനിക്കിങ്ങനെ എരിവ് വന്ന ടൈപ്പ് ഇഷ്ടമല്ല. അപ്പോൾ ഐസ് ഇറ്റ് വാസ് ഓക്കെ. നമ്മൾ ഐസ് പടങ്ങി കഴിക്കുമ്പോൾ കൊള്ളായിരുന്നു. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെച്ച് അപ്പുറം പോയിരുന്ന് കുറച്ച് നേരം വെച്ച് വെള്ളമായിട്ട് കുടിച്ചപ്പില്ല, വെറും പഞ്ചസാര കലക്കിയ വെള്ളം അങ്ങനത്തെ ഒരു ഫീലായി. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കഴിച്ചോ കുഴപ്പമില്ലാത്തതുകൊണ്ടൊക്കെ ഒന്നും വയ്യെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി കഴിക്കുക. കാരണം ഇവിടെ നമ്മൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. ഇനി അടുത്തത് ഇവിടുത്തെ മെയിൻ സ്പോട്ട് സംഗീത് കൂൾ ബാർ ഉണ്ട്. എനിക്കൊന്ന് ഇവൾക്ക് വലിയ താല്പര്യമില്ല, ഇവൾക്ക് വയ്യാത്തതുകൊണ്ട് ഇവൾക്ക് വലിയ താല്പര്യമില്ല അവിടെ പോകാൻ. പക്ഷേ എനിക്ക് പോകണം. ഇവിടുത്തെ ഫേമസ് ആണ് കേട്ടോ ഫലൂഡ, മിനി ഫലൂഡ, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞേക്കണം. അങ്ങനെ പിന്നെ ഈവനിങ് ആയി, വൈകുന്നേരം നമ്മൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നേരെ അവിടുത്തെ കടിയൊക്കെ വിൽക്കണ സ്ഥലത്ത് അപ്പോൾ കൂന്തൽ നിറച്ചതുണ്ടായി. ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാത്രി ഒട്ടും വയറില്ലാത്തതുകൊണ്ട് ഇന്നത്തേക്ക് വിട്ടു. അപ്പോൾ കൂന്തൽ നിറച്ചത് 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ലുമക്ക ഫ്രൈയോ കാടയായിരുന്നു. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായി കാടമുട്ട ഒരു പ്ലേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലതാണോ? കൂന്തൽ നിറച്ചതല്ലേ അത്? കൊള്ളാമോ? അങ്ങനെ ഞങ്ങൾ വേണ്ടതും വേണ്ടാത്തതായ സാധനങ്ങളൊക്കെ കഴിച്ച് കുറേ നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അപ്പോഴത്തേക്ക് ആൾക്കാർക്ക് കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ അല്ല ഇന്നലെ മുതൽ ജ്യോതി മാം കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മാം നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞു വെച്ചത്. അപ്പോൾ മാമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ മാമിന് പോസ്റ്റ് കൊടുത്ത് ഇൻ ദ സെൻസ് ബ്ലോക്ക് ആയിരുന്നു. ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ജാഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു സിഗ്നലിൻ്റെ അപ്പുറം മാമുണ്ട്, ഞങ്ങൾ തൊട്ടപ്പുറം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഇതായിപ്പോയിട്ടോ, നല്ല ബ്ലോക്കും കാര്യങ്ങളായിരുന്നു ജാഥയൊക്കെ പോയതുകൊണ്ട്. പിന്നെ അതേ ഞങ്ങൾ പാരഗണ്ട് തന്നെ വേറൊരു എന്തൊരു പേര് ഞാൻ ഓർക്കുന്നില്ല, അവിടെയാണ് വന്നേച്ചത് ഡിന്നർ കഴിക്കാൻ. ഓർക്കണം നമ്മൾ ഇത്രയും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ പൊട്ടാനായ വിധത്തിരിക്കുമ്പോഴാണ് ഡിന്നർ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാം ഞങ്ങൾക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി, അധികം വേണ്ടാന്ന്. പക്ഷേ മാം ഞങ്ങളെ സമ്മതിച്ചില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് സൂപ്പ് കുടിച്ച്. പിന്നെ അടുത്തത് ഒരു ചീസ് ബോൾസ് വിച്ച് വാസ് സോ അടിപൊളി സാധനം വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ചീസിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് ഫുൾ ആ ഒരു ബോൾസിൻ്റെ ഉള്ളിൽ ഫുൾ ചീസൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് അടുത്തത് കല്ലുമ്മക്ക വെച്ചൊരു ഇറ്റാലിയൻ ഡിഷാണ്. ഞാൻ ഈ ഒരു ഇറ്റാലിയൻ സോസിലൊക്കെ ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത്. അല്ലെങ്കിൽ കല്ലുമ്മക്ക കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വന്നിട്ട് നമ്മൾ ഇന്നലെ കല്ലുമ്മക്ക ഫ്രൈ കടയിൽ നിന്ന് കണ്ടിട്ടില്ല, അതേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഒറിജിനൽ കല്ലുമ്മക്ക ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ അതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. നല്ലതായിരുന്നു. ഞാൻ കഴിച്ചിട്ടുള്ളത് മറ്റേ റെഡ് മസാലയൊക്കെ ഇട്ടുള്ളില്ലേ, അങ്ങനത്തെ ഇങ്ങനെ വൈറ്റ് സോസിലൊന്നും വന്ന് ഞാൻ കഴിച്ചിട്ടില്ല. നല്ലതായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മറ്റേ പ്രോൺസ് ഒക്കെ മീൻസ് കൂട്ടത്തിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ കഴിച്ചതെന്ന് പറയാനെങ്കിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സൈഡായി പച്ചവെള്ളമെന്നും. ലാസ്റ്റ് നമ്മുടെ പറഞ്ഞ അപ്പം ഫിഷ് കറി, ഇവളാട്ടും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫിഷ് കറി ഇവൾക്ക് ഇഷ്ടമാണ്.
എന്നിട്ട് കഴിച്ചത് ഞാനുമാണ്. എന്നിട്ട് നമ്മൾ പാർസലും എടുക്കേണ്ടി വന്നു. നമുക്കൊരു ലിമിറ്റും എൻ്റെ ലിമിറ്റ് കഴിഞ്ഞ് പോയിട്ടും ഞാൻ വീണ്ടും ഞാൻ കഴിച്ചു. അങ്ങനത്തെ നമ്മുടെ ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞു. എനിക്കിവിടുത്തെ ഈ ഒരു മിറർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നാണ്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളുടെ ഇനി ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു. നമ്മൾ ഒരു ദിവസം മാക്സിമം നമ്മുടെ വയറ്റിൽ എന്തൊക്കെ കഴിക്കാം അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ട്. അടിപൊളി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് മോൾ. ഈ മോൾ ഏത് പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇനി തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു കോഴിക്കോട് വ്ളോഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിനി പുതിയ വ്ളോഗ്സും പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.